ലൈംഗിക തളർച്ച കൊണ്ട് വിഷമിക്കുന്ന അനേകം മക്കളുണ്ട്. അതിൻ്റെ പേരിൽ അപകർഷതാബോധവും ദുഃഖവും വേദനയൊക്കെ അനുഭവപ്പെടുന്നവരുണ്ട്. ചിലപ്പോൾ ഒരു വാക്കായിരിക്കും, ഭാര്യ പറഞ്ഞൊരു വാക്ക്, നിങ്ങളൊക്കെ പുരുഷനാണോ എന്ന് ചോദിച്ചൊരു ചോദ്യമായിരിക്കും ഇവനെ ആകെ തളർത്തി കളഞ്ഞത്. അതൊരു മാനസികമാണ്, അത് സൈക്കോതെറപ്പിയും കൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ സ്ത്രീയോട് പറയും നിൻ്റെ കാമഭ്രാന്തെന്ന് പറഞ്ഞ ഒരു വാക്കായിരിക്കും സ്ത്രീയെ ആകെ തളർത്തി കളഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള ചില കടുത്ത വാക്കുകൾ, പിന്നെ വാക്ക് ചിലപ്പോൾ വാക്കത്തിയായിട്ട് മാറാറുണ്ട്. ഇതുപോലെ തന്നെ ശാരീരിക രോഗം കൊണ്ടും പ്രായം കൊണ്ടും പിന്നെ ജീവിതത്തിൽ കുഞ്ഞുനാളിലുണ്ടായ ലൈംഗിക വൈകൃതം കൊണ്ടും സ്വയംഭോഗം, സ്വർഗഭോഗം, ബലാത്സംഗം, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഈ ലൈംഗിക തളർച്ച ഉണ്ടാകാറുണ്ട്. ഒന്ന്, ഇവർ പ്രാർത്ഥിക്കുക, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും വളരുക, സാവധാനം ഇത് മാറ്റാനായിട്ട് രണ്ടുപേരും പരിശ്രമിക്കുക, പരസ്പരം ആശ്വസിപ്പിക്കുക. ഇതുപോലെ തന്നെ വേണ്ടി വന്നാൽ ഇപ്പം മരുന്നും സൈക്കോതെറപ്പിയും കൗൺസിലിങ്ങും ഫാമിലി കൗൺസിലിങ്ങും ഒക്കെ ഇതിന് സഹായകമാണ്. ഇതൊരു പൈശാചിക ബന്ധനം പോലെയും കാണാറുണ്ട്. തിന്മയുടെ പിടിയിലകപ്പെട്ട കുറ്റബോധം കൊണ്ട് തളർച്ച ഉണ്ടാകുന്ന വ്യക്തികളുണ്ട്. കർത്താവേ, ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ, ഇവരെ സുഖപ്പെടുത്തണമേ. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ, പരസ്പര സ്നേഹവും ആശ്വാസവും കൊടുക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവിധ വൈകല്യങ്ങളിലും കർത്താവ് നിങ്ങൾക്ക് മോചനം നൽകട്ടെ. ഇങ്ങനെ പ്രശ്നമുള്ളവരെ വിളിക്കുക, 9447465414. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.